വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്വദേശി മൂവ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി മൂവ്മെന്റ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് പഠിക്കണം? ബംഗാൾ വിഭജനം പഠിക്കണം. അപ്പൊ ബംഗാൾ വിഭജനം തൊട്ട് തുടങ്ങാം. ഇനി എന്തിനാ ബംഗാൾ വിഭജനം നടത്തിയ, അല്ലെങ്കിൽ ബംഗാൾ വിഭജനം എന്താണ്? ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഒരേ ശക്തിയായിട്ട് ഒരുമിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമായിരുന്നു. അപ്പൊ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയം അവരവിടെ ഫോളോ ചെയ്തു. ഏതില്? ബംഗാൾ വിഭജനത്തിന് ഫോളോ ചെയ്യാണ്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് റിസ്ലെ എന്നാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം പറയാണ്, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു വലിയ ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാല് ശക്തി കുറയും. അപ്പൊ നമ്മുടെ ഭരണത്തെ എതിർത്ത് നിൽക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. അപ്പൊ ഇങ്ങനെയുള്ള ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ ബംഗാൾ വിഭജിക്കാനുള്ള കാരണം. ഇങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിനെ അവര് കിഴക്കൻ ബംഗാൾ എന്നും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ബംഗാൾ എന്നും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബംഗാളിനെ രണ്ടായി തിരിച്ചു. കാരണം കിഴക്കൻ ബംഗാളിൽ കൂടുതലും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമായിരുന്നു, പടിഞ്ഞാറൻ ബംഗാളിൽ കൂടുതലും ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായിരുന്നു. അപ്പൊ ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും രണ്ടായിട്ട് തിരിക്കുക, അതാണ് അവര് ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ ഒരു വർഗീയത കൊണ്ടുവരിക, അങ്ങനെ ഒരു ഉദ്ദേശവും കൂടിയും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 1905 ജൂലൈ 20-ന് 1905 ജൂലൈ 20-ന് കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുകയാണ്. 1905 ജൂലൈ 20-ന്. എന്നാല് ഈ ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16-നാണ്. 1905 ഒക്ടോബർ 16-ന്. ഈ ഒക്ടോബർ 16-ന് വൈസ്രോയി ആരായിരുന്നു? മിന്റോ രണ്ടാമനായിരുന്നു. അപ്പൊ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പേര് പറയണം? മിന്റോ രണ്ടാമന്റെ പേര് പറയണം കേട്ടോ. ഇനി ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ലോർഡ് ബ്രോഡ്രിക്. ആരാണ്? ലോർഡ് ബ്രോഡ്രിക് എന്ന് പറയുന്ന ആളായിരുന്നു. ഇനി നമ്മള് ബംഗാൾ വിഭജനം എന്നാ നടന്നേന്നാ പറഞ്ഞേ? 1905 ഒക്ടോബർ 16-നാണ്. ഈ ഒക്ടോബർ 16-നെ നമ്മൾ ദേശീയ വിലാപ ദിനം എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? ദേശീയ വിലാപ ദിനമായി ആചരിക്കുന്നു. കൂടാതെ ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് കൂടെ ആചരിക്കാൻ ആര് പറയാണ്? രവീന്ദ്രനാഥ് ടാഗോർ പറയാണ്. അപ്പൊ ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനാണ്, ദേശീയ വിലാപ ദിനമൊക്കെയാണ്. അത് ഓർത്തു വെക്കണം കേട്ടോ. ഇനി ഇത് വിഭജനം നടന്നു. വിഭജിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ബംഗാൾ വിഭജന സമയത്തെ INCയുടെ പ്രസിഡന്റാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി ബംഗാൾ വിഭജനത്തിനെതിരെ വളരെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അപ്പൊ എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് നടന്നത് എന്ന് നമ്മളോട് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കുകയെന്ന് വെച്ചാൽ, വിദേശ വസ്തുക്കളൊക്കെ വിൽക്കണ കടയിലെ ആ കടകളൊക്കെ അവർ ബഹിഷ്കരിച്ചു. വിദേശ വസ്ത്രങ്ങളിലെ അത് തീയിട്ട് നശിപ്പിച്ചു. പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം എന്താണ് കൂടുതൽ പ്രേരിപ്പിച്ചു. അത് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഇതൊക്കെയാണ് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബംഗാൾ വിഭജനത്തിനെതിരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തി ഇവര്. എന്താണ് ആ മുദ്രാവാക്യം? വന്ദേ മാതരം. എന്തായിരുന്നു? വന്ദേ മാതരം എന്നായിരുന്നു കേട്ടോ. കൂടാതെ ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം. അപ്പൊ രണ്ടല്ലേ? ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്ന മുദ്രാവാക്യം വന്ദേ മാതരം. ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇത് രണ്ടുമായിരുന്നു അതിന്റെ മുദ്രാവാക്യം. എന്താ ഒന്നും കൂടെ പറയൂ? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ക്ലിയർ ആയില്ലേ? അടുത്തു നോക്കൂ. ഇനി ഇവര് പറയാണ് എന്താണ്? വിദേശ നിർമ്മിത വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങള് എന്താണ് ഉപയോഗിക്കാണ്ടിരിക്കുക. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർ ചെയ്തത് എന്താ അറിയോ? ശർക്കര. അതായത് വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? ശർക്കര ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാണ്. അതായത് ഇത്രയും സമരവും പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചപ്പോൾ ഇവർക്കൊരു നിവൃത്തിയില്ലാണ്ട് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാണ്. 1911 ബംഗാൾ വിഭജനം റദ്ദ്
റദ്ദ് ചെയ്യണത്? ആര് റദ്ദ് ചെയ്തു? ഹർഡിഞ്ച് രണ്ടാമൻ. ആരാണ്? ഹർഡിഞ്ച് രണ്ടാമൻ. അപ്പൊ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ഹർഡിഞ്ച് രണ്ടാമനാണ്. ബംഗാൾ വിഭജനം ഈ റദ്ദ് ചെയ്തൂലോ. റദ്ദ് ചെയ്ത സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്? BN ദർ ആയിരുന്നു. ആരായിരുന്നു? BN ദർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഈ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് കുറെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് പോയിന്റ്സ് ഓർത്ത് വെക്കാണ്ട് ചില കൊട്ടേഷൻസ് ഒക്കെ തന്നിട്ട് ഇതാരാ ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഇങ്ങനെ ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കിട്ടണ്ടേ. അപ്പൊ ബംഗാൾ വിഭജനം ഇതൊരു ക്രൂരമായ തെറ്റാണ്. ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഗോഖലെ പറയാണ് ഇത് വളരെ വലിയൊരു ക്രൂരമായ തെറ്റാണ്, അല്ലെങ്കിൽ ഒരു ക്രൂരതയാണ്. പറയാൻ കാരണം എന്താണ്? ഹിന്ദു മുസ്ലിം അങ്ങനെയാണ് അവർ തിരിച്ചത്, അല്ലാതെ ഒരു പ്രദേശത്തെയല്ല തിരിച്ചത്, അല്ലെ? അപ്പൊ ജാതി അടിസ്ഥാനത്തിൽ തിരിച്ചു. അപ്പൊ വർഗീയത അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് ആര് പറയണേ? ഗോപാലകൃഷ്ണ ഗോഖലെ പറയണേ. ഇനി ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അപ്പൊ സുരേന്ദ്രനാഥ് ബാനർജി പറയാണ് എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം, ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇനി അടുത്തത് രവീന്ദ്രനാഥ ടാഗോർ പറയാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകൾ. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തങ്ങളാണ് ബംഗാളിലെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന പ്രശസ്തമായിട്ടുള്ള കൊട്ടേഷൻ ആരുടെയാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ പറയുന്നത്. ടാഗോർ പറയാണ് നമ്മളെങ്ങനെ പിരിച്ചാലൊന്നും ഇവരൊന്നും നേടാൻ പോണില്ല. കാരണം പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും എന്ന് പറയുന്നത് ഒരു ഹൃദയത്തിന്റെ രണ്ടറയാണ്. ഇനി എന്താണ്? ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായിട്ടുള്ള അറകളാണ്. ഈ അറകളിൽ നിന്ന്, ഗംഗയിൽ നിന്നും ബ്രഹ്മപുത്രയിൽ നിന്നും വെള്ളാവരണയിച്ച ഈ അറകളിൽ നിന്ന്, ഹൃദയത്തിന്റെ അറകളിൽ നിന്ന് എന്താ വരിക? ചുടുരക്താണ് വരുന്നത്. അപ്പൊ ബംഗാളിലത്തെ വ്യക്തികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഈ ചുടു രക്തമാണ് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മളെ വിഭജിക്കാൻ ദൃഢനിശ്ചയം എടുത്തേക്കാണ്, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ എന്താ പറയുന്നത്? ഈ മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്യം മുഴക്കിയത്, മുദ്രാവാക്യം ഇങ്ങനെ ഒരു വാക്യം മുഴക്കിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ബംഗാൾ വിഭജനത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ സ്വദേശി പ്രസ്ഥാനം പഠിക്കാൻ വന്നേ. അപ്പൊ ബംഗാൾ വിഭജനം പറയാതെ സ്വദേശി പ്രസ്ഥാനം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ സ്വദേശി പ്രസ്ഥാനം എന്താണ്? 1905 ഈ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സ്വദേശി പ്രസ്ഥാനം. മനസ്സിലായോ? അപ്പൊ എന്നാ സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്നത്? 1905. അപ്പൊ അതും കൂടെ അവിടെ പോയിന്റ് ആയിട്ട് വന്നു അല്ലെ? എന്തിനെതിരെയാണ്? ബംഗാൾ വിഭജനത്തെ. അപ്പൊ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്നു വന്ന പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം 1905. ഇനി അടുത്തത് സ്വദേശി പ്രസ്ഥാനം രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് 1905 ഓഗസ്റ്റ് 7 കേട്ടോ. എന്നാ നടന്നേ? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രഖ്യാപനവും സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുകയാണ്. ഇനി സ്വദേശി പ്രസ്ഥാനത്തിന് സ്വദേശി പ്രസ്ഥാനം എന്ന് മാത്രമല്ല പേര്, വന്ദേ മാതരം മൂവ്മെന്റ് എന്നും പേരുണ്ട്. അപ്പൊ നമ്മൾ സ്വദേശി പ്രസ്ഥാനം, നമ്മൾ ബംഗാൾ വിഭജനത്തിനെതിരെ ഒരു വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമൊക്കെ മുഴക്കുകയുണ്ടായി അല്ലെ? വന്ദേ മാതരം മൂവ്മെന്റ് എന്നും അറിയപ്പെടുന്നത് ഏതാണ്? സ്വദേശി പ്രസ്ഥാനാണ്. വന്ദേ മാതരം മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനാണ്. ഓർക്കണം, സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് കൃഷ്ണകുമാർ മിത്രയാണ്. അപ്പൊ സ്വദേശി പ്രസ്ഥാനം കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വിദേശ വസ്തുക്കൾ പുറത്താക്കുക എന്ന് പറയുന്ന അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് കൃഷ്ണകുമാർ മിത്രയാണ്. ഈ കൃഷ്ണകുമാർ മിത്ര എന്ന് പറയുന്ന വ്യക്തി ഈ ആശയം അദ്ദേഹത്തിന്റെ തന്നെ പ്രസിദ്ധീകരണമായ സഞ്ജീവനി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് പ്രചരിപ്പിച്ചത്. അപ്പൊ മറ്റുള്ളവരിൽ എത്തണ്ടേ അത്? അപ്പൊ അത് പ്രചരിപ്പിച്ചത് കൃഷ്ണകുമാർ മിത്രയാണ്. അദ്ദേഹം എന്താണ്? ഒരു പ്രസിദ്ധീകരണത്തിന്റെ ഓണറാണ്. പ്രസിദ്ധീകരണത്തിന്റെ പേര് സഞ്ജീവനി എന്നാണ്. സഞ്ജീവനി പത്രത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ആശയം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ആ ആശയം പ്രചരിപ്പിച്ചത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ആരംഭിച്ച
പരമ്പരാഗത നൃത്ത നാടക രൂപമാണ് ജാത്ര. അപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ തെരുവ് നാടകങ്ങളും കാര്യങ്ങളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈ പരമ്പരാഗത നൃത്ത രൂപങ്ങൾ നാട്ടിൽ നടന്ന ആൾക്കാർ അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി. എന്തിന്റെ ഭാഗമായിട്ട്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ നാടക രൂപം അല്ലെങ്കിൽ നൃത്ത രൂപത്തിനെ എന്ത് വിളിക്കുന്നു? ജാത്ര എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? ജാത്ര എന്നാ വിളിക്കണേ കേട്ടോ. ഇനി അടുത്തത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത് ചില പത്രങ്ങളൊക്കെ സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ പത്രങ്ങളുണ്ട്. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെ അറിയോ? വന്ദേ മാതരം, അമൃത് ബസാർ പത്രിക, ദ സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ തുടങ്ങിയവയാണ്. അപ്പൊ വന്ദേ മാതരം, അമൃത് ബസാർ പത്രിക, ദ സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ തുടങ്ങിയ പത്രങ്ങളിലൂടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇതൊക്കെ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളാണ് എന്ന് ഓർക്കണം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കൾ ആരായിരുന്നു? അരബിന്ദ ഘോഷ്, PC റോയ്, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? അരബിന്ദ ഘോഷും അതുപോലെ തന്നെ PC റോയും രവീന്ദ്രനാഥ ടാഗോറും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇനി സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് നാട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് പ്രസിദ്ധമായിട്ടുള്ള സംഘടനകളും സ്വദേശി പ്രസ്ഥാനത്തിനെ അനുകൂലിച്ചുകൊണ്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ കൂടെ കൂടി. അതിന്റെ പേരാണ് സ്വദേശി സംഘം, വന്ദേ മാതരം സമ്പ്രദായം. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച രണ്ട് പ്രശസ്ത സംഘടനകൾ ഏതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണം. ഒന്ന് സ്വദേശി സംഘമാണ്, അടുത്തത് വന്ദേ മാതരം സമ്പ്രദായം എന്ന് പറയുന്ന സംഘടനയാണ്. ഇനി അടുത്തത് ഇന്ത്യൻ നമ്മളെ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വേറെയും കുറേയധികം കാര്യങ്ങൾ നടക്കുകയുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശീവൽക്കരിക്കാനായി അബനീന്ദ്രനാഥ ടാഗോർ ഒരു സംഘടന തന്നെ ആരംഭിക്കുന്നു. സംഘടനയുടെ പേര് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്നാണ്. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്ന പേരിൽ ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശീവൽക്കരിക്കാൻ സംഘടന ആരംഭിച്ച വ്യക്തി ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ക്ലിയർ ആയല്ലോ. ഇനി സ്വദേശി സമര കാലത്ത് ഭാരത് മാതാ എന്ന ചിത്രം വരച്ചതും ആരെന്നെയാണ്? അബനീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. സ്വദേശി സമരകാലത്ത് ഭാരത് മാതാ എന്ന ചിത്രം വരച്ചതും അബനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച വേറൊരു സംഘടനയുടെ പേര് സ്വദേശി ബാന്ധവ് സമിതി. എന്താണ്? സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വനി കുമാർ ദത്ത. അപ്പൊ അശ്വനി കുമാർ ദത്ത എന്ന് പറയുന്ന വ്യക്തി സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനായി ആരംഭിച്ച സംഘടനയാണ് സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതി. അടുത്തത് സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ബാലഗംഗാധര തിലകൻ സ്ഥാപിച്ച സംഘടനയാണ് എന്താണ്? സ്വദേശി വസ്ത്രപ്രചാരിണി സഭ. അപ്പൊ സ്വദേശി വസ്ത്രപ്രചാരിണി സഭയുടെ സ്ഥാപകൻ ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ആരാണ്? ബാലഗംഗാധര തിലകൻ. അതുപോലെ തന്നെ CR ദാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സ്വദേശി മണ്ഡലി സമിതി. അപ്പൊ സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ ആരാണ്? CR ദാസ്. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് അശ്വനി കുമാർ ദത്ത സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചു. ബാലഗംഗാധര തിലകൻ സ്വദേശി വസ്ത്രപ്രചാരിണി സഭ രൂപീകരിച്ചു. CR ദാസ് സ്വദേശി മണ്ഡലി സമിതി രൂപീകരിച്ചു. ക്ലിയർ ആയല്ലോ. അടുത്തത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ സമയത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. അപ്പൊ സ്വദേശി സമരകാലത്ത് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനകാലത്ത് ശ്യാംജി കൃഷ്ണവർമ്മ പ്രസിദ്ധീകരിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള പ്രസിദ്ധീകരണത്തിന്റെ പേര് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്താണ്? അപ്പൊ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം സ്വദേശി പ്രസ്ഥാന സമയത്ത് ആരംഭിച്ച വ്യക്തിയാണ് ശ്യാംജി കൃഷ്ണവർമ്മ. ആരാ?
ശ്യാംജി കൃഷ്ണവർമ്മ. ഇനി അടുത്തത് സ്വദേശി മിത്രം എന്ന് പറയുന്ന ഒരു പത്രം ആരംഭിക്കുകയുണ്ടായി. ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആഘോഷിച്ചു തുടങ്ങിയത് 2015 മുതലാണ്. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ആഘോഷിച്ചു തുടങ്ങിയത് ഏത് ദിനമാണ്? ഏതാണ്? ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7 എന്താണ് പറഞ്ഞത്? കൈത്തറി ദിനമാണ് ട്ടോ. ഇനി അടുത്തത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഓരോ ഏരിയയിലും വളരെ പ്രശസ്തരായിട്ടുള്ള കുറെ നേതാക്കൾ ഉണ്ടായിരുന്നു. പഞ്ചാബിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു ലാലാ ലജപത് റായ്. ഡൽഹിയിൽ നേതൃത്വം കൊടുത്തു സയ്യിദ് ഹൈദർ റാസ. ഡൽഹിയിലെ സയ്യിദ് ഹൈദർ റാസ. മദ്രാസിൽ നേതൃത്വം കൊടുത്തു വി ഒ ചിദംബരം പിള്ള. മദ്രാസിൽ ആരാണ്? വി ഒ ചിദംബരം പിള്ള. അപ്പൊ ചിദംബരം പിള്ളയെ കുറിച്ച് പറയുമ്പോ അദ്ദേഹത്തെ തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്നും അതുപോലെ തന്നെ കപ്പലോട്ടിയ തമിഴൻ എന്നൊക്കെ നമ്മൾ ആരെ വിളിക്കുന്നുണ്ട്? വി ഒ ചിദംബരം പിള്ളയെ വിളിക്കുന്നുണ്ട്. കപ്പലോട്ടിയ തമിഴൻ ട്ടോ വി ഒ ചിദംബരം പിള്ള. അദ്ദേഹം 1906 തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്നൊരു കമ്പനി തന്നെ ആരംഭിക്കുകയാണ്. എന്താണ്? 1906 ശരിക്കും തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിച്ച വ്യക്തിയാണ് വി ഒ ചിദംബരം പിള്ള. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം. ഇനി അതെങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്രയും വലിയ മുതൽ മുടക്കൊന്നും ഉണ്ടായിട്ടല്ല. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നൊക്കെ പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം ഇങ്ങനെയൊരു സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിച്ചത്. ഇനി ഇത് കൂടാണ്ട് മഹാരാഷ്ട്രയിൽ ആരാ നേതൃത്വം കൊടുത്ത സ്വദേശി പ്രസ്ഥാനത്തിന്? ബാലഗംഗാധര തിലകനും ആന്ധ്രാപ്രദേശിൽ ഹരിസർ വട്ടം റാവു ആയിരുന്നു. അപ്പൊ ആന്ധ്രാപ്രദേശിൽ ഹരിസർ വട്ടം റാവു, മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകൻ, മദ്രാസിൽ അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറയുമ്പോൾ വി ഒ ചിദംബരം പിള്ള, ഡൽഹിയിൽ സയ്യിദ് ഹൈസർ റാസ, പഞ്ചാബിൽ ലാലാ ലജപത് റോയ് തുടങ്ങിയവർ സ്വദേശി പ്രസ്ഥാനവുമായിട്ടുള്ള ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പൊ ഇത്രയാണ് സ്വദേശി പ്രസ്ഥാനം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് സൂററ്റ് സ്പ്ലിറ്റ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാണ്ട്, അതും കൂടെ പഠിക്കാട്ടോ. 1907 നമ്മള് കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ സമ്മേളനം നടക്കണം കേട്ടോ. സൂററ്റില് റാഷ് ബിഹാരി ഘോഷ് NCയുടെ പ്രസിഡന്റായി 1907 ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുകയാണ്. അപ്പൊ ഇവിടെ മിതവാദികളും അതുപോലെ തന്നെ തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് രണ്ടായിട്ട് പിളരാണ്. ഇതിനെയാണ് നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് വിളിക്കുന്നത്. മിതവാദികൾ തീവ്രവാദികളായിട്ട് രണ്ടായി പിളർന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സൂററ്റ് സ്പ്ലിറ്റ് എന്ന് വിളിക്കുന്നു. ഇനി 1907 ഈ സമ്മേളനം നടന്നല്ലോ. സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാരണമായ സമരം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ സ്വരാജ് പറയണം. 1907 സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായ സമരമാണ് എന്ത്? സ്വരാജ്. 1907 റാഷ് ബിഹാരി ഘോഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് രണ്ടായി പിളരുന്നു, മിതവാദികളും തീവ്രവാദികളും. ആ സൂററ്റ് സ്പ്ലിറ്റ് 1907 എവിടെ നടന്നു എന്ന് ചോദിച്ചപ്പോ ഇനി അറിയാൻ ബുദ്ധിമുട്ടില്ല. സൂററ്റ് തന്നെയല്ലേ അതിന്റെ പേര്, സ്ഥലത്തിന്റെ പേര്. അപ്പൊ ആ സമയത്ത് റാഷ് ബിഹാരി ഘോഷാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ കോൺഗ്രസിലെ 2 ഘടകം വന്നു, അതായത് മിതവാദികളും വന്നു, തീവ്രവാദികളും വന്നു. അപ്പൊ മിതവാദികൾ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ മിതവാദികളുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെ മിതവാദികളുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നു. മിതവാദ ദേശീയയുടെ പ്രധാന നേതാക്കൾ അല്ലെങ്കിൽ മിതവാദികളിലെ പ്രധാന നേതാക്കൾ ആരാണ്? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരായിരുന്നു. ആരാണ് പ്രധാന മിതവാദികൾ? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഇവരൊക്കെയായിരുന്നു പ്രധാന മിതവാദി. ഇവരെന്താ ചെയ്തേ? പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും
പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചത്. ആര്? മിതവാദികൾ. അവർ തല്ലുകൂട്ടത്തിനും തലപൊളിക്കൊന്നും പോയിട്ടില്ല. എന്താ ചെയ്യണേ? പരാതികളും പ്രമേയങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് ഇത്തരം ആവശ്യങ്ങൾ ഉണ്ട് എന്ന് ആരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരെ അറിയിക്കുകയാണ് മിതവാദികൾ ചെയ്തത്. ഇനി തീവ്രവാദ ദേശീയതയുടെ അല്ലെങ്കിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1905 മുതൽ 1917 വരെയുള്ള കാലഘട്ടമാണ്. 1905 മുതൽ 1917 വരെയുള്ള കാലഘട്ടമാണ്. അപ്പൊ ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഒരു പുതിയൊരു കാലഘട്ടമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ആരാന്നറിയോ നിങ്ങൾക്ക്? അവരെ നമുക്ക് ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് എന്ന് വിശേഷിപ്പിക്കാം. ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട്. ആരാണ് ലാൽ? ലാലാ ലജപത് റായ്. ആരാണ് ബാൽ? ബിപിൻ ചന്ദ്രപാൽ ട്ടോ. അതുപോലെ തന്നെ ബാലഗംഗാധര തിലകൻ. അപ്പൊ ലാൽ ബാൽ പാൽ ട്ടോ. ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ, ലാലാ ലജപത് റായ് തുടങ്ങിയവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലാൽ ബാൽ പാൽ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കാം, അല്ലെ? അല്ലെങ്കിൽ തീവ്ര ദേശീയതയുടെ നേതാക്കൾ, കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറയുമ്പോൾ തീവ്ര ദേശീയതയുടെ നേതാക്കൾ എന്നൊക്കെ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ അറിയോ? അതായത് ഈ ഒരു കാര്യം കൂടെ പറയാം. മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിരിഞ്ഞത് സൂററ്റിൽ വെച്ചിട്ടല്ലേ? ഈ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ച്. അപ്പൊ എപ്പോഴും നമുക്കറിയാലോ, അതായത് കാലാകാലത്തോളം ആര് തമ്മിലും ഒരു വൈരാഗ്യമോ ദേഷ്യമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവരുടെ വൈരാഗ്യമല്ല. കാരണം തീവ്രവാദികൾ പറയണത് ഇങ്ങനെ പ്രമേയം സംഘടിപ്പിച്ചിട്ടോ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ബ്രിട്ടീഷുകാർ മാറില്ല. നമ്മൾ കുറച്ചും കൂടിയും ആക്റ്റീവ് ആവണമെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ രണ്ട് ഭാഗമായിട്ട് അവർ തിരിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഇരുന്നാൽ നമുക്ക് ശരിയാവില്ലേ, നമുക്ക് ഒന്നുകൂടെ ഒന്നായിട്ട് പ്രവർത്തിക്കാം എന്നവരുടെ തീരുമാനത്തിലെത്തുകയാണ് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ച്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 രൂപീകരിക്കുകയാണ്. എവിടെ വെച്ചിട്ടാണെന്ന് അറിയാമോ? മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള സ്ഥലം ധാക്കയാണ്. ഇപ്പൊ ധാക്ക കേട്ടിട്ടുണ്ട് ഇല്ലേ? ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് ഓരോന്നൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മുസ്ലിം ലീഗ് രൂപീകരണത്തിന് അല്ലെങ്കിൽ മീറ്റിംഗിന് നേതൃത്വം നൽകിയത് ധാക്കയിലെ നവാബായ സലീമുള്ള. ധാക്കയിലെ നേതാവായ സലീമുള്ളയാണ് മുസ്ലിം ലീഗ് രൂപീകരണത്തിന് കാരണമായ മീറ്റിംഗിന് നേതൃത്വം നൽകിയത്. ധാക്കയിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടന്നത്. 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപീകൃതമായത്. മുസ്ലിം ലീഗ് രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ചതാര്? ആഗാ ഖാൻ, നവാബ് സലീമുള്ള, മൊഹസിൻ ഉൾ ഹക്ക് തുടങ്ങിയവരാണ്. ആഗാ ഖാൻ, നവാബ് സലീമുള്ള ആളുടെ പേര് നമ്മൾ പറഞ്ഞു, ധാക്കയിലെ നവാബായ നവാബ് സലീമുള്ള, കൂടാതെ മൊഹസിൻ ഉൾ ഹക്ക്. ആഗാ ഖാൻ, മൊഹസിൻ ഉൾ ഹക്ക്, നവാബ് സലീമുള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ധാക്കയിൽ വെച്ച് 1906 ഡിസംബർ 30 എന്ത് രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ്? മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ മുസ്ലിം ലീഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൗ ആണ് നമ്മൾ പറയാ. വേദിയായ നഗരമാണ് ധാക്ക. അതിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും? നമ്മള് ലക്നൗ പറയും കേട്ടോ. ആ സമയത്ത് മിന്റോ രണ്ടാമനായിരുന്നു വൈസ്രോയ് എന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കാം. മിന്റോ രണ്ടാമനായിരുന്നു വൈസ്രോയ്. അപ്പൊ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. സംഘടനയ്ക്ക് സ്വന്തമായിട്ട് ഒരു ചിഹ്നമുണ്ട്. ചന്ദ്രക്കലയും നക്ഷത്രവുമാണ് അവരുടെ ചിഹ്നം. എന്താണ് ചിഹ്നം? ചന്ദ്രക്കലയും നക്ഷത്രവുമാണ് മുസ്ലിം ലീഗിന്റെ ചിഹ്നം. ക്ലിയർ ആയല്ലോ? ചന്ദ്രക്കല, നക്ഷത്രം. ഇനി ഇവർക്കൊരു മുഖപത്രം ഉണ്ട്. എന്താണ്? ഡോൺ എന്നാണ് പത്രം. മുഖപത്രത്തിന്റെ പേരെന്താണ്? ഡോൺ എന്നാണ് പത്രം. അപ്പൊ 1942 ഡൽഹിയിൽ നിന്നാണ് ആ പത്രം ആരംഭിക്കുന്നത്. 1942 ഡൽഹിയിൽ നിന്ന് ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ 1942 ഡൽഹിയിൽ നിന്ന് ആരംഭിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഇനി മുസ്ലിം ലീഗിന് ഒരു ഭരണഘടനയുണ്ട്. ഭരണഘടനയുടെ പേര് ഗ്രീൻ ബുക്ക് എന്നാണ്. മുസ്ലിം ലീഗിന്റെ ഭരണഘടനയുടെ പേര് ഗ്രീൻ ബുക്ക് ആണ്. ഈ ഗ്രീൻ ബുക്ക് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഭരണഘടന തയ്യാറാക്കിയത് മൗലാന മുഹമ്മദ് അലിയാണ്. മുസ്ലിം ലീഗിന്റെ ഭരണഘടന ആരാ രൂപീകരിച്ചേ? മൗലാന മുഹമ്മദ് അലിയാണ് അത് രൂപീകരിച്ചത് കേട്ടോ. അത് ഓർത്തു വെക്കണം, വളരെ പ്രധാനമാണ്. മുസ്ലിം ലീഗ് അപ്പൊ ഒരു സംഘടന രൂപീകരിച്ചാൽ വർഷത്തില് അവരുടെ വാർഷിക സമ്മേളനമൊക്കെ നടക്കും. അങ്ങനെ 1906 രൂപീകരിച്ച മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ സമ്മേളനം 1907 കറാച്ചിയിൽ വെച്ച് നടക്കുന്നു. കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ
സർ ആദംജി പീർബോയ് ആണ്. സർ ആദംജി പീർബോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ 1907 മുസ്ലിം ലീഗിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടക്കുന്നു. അപ്പൊ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം കറാച്ചിയിൽ നടന്നു, 1907 നടന്നു. അതിന്റെ പ്രസിഡന്റ് സർ ആദംജി പീർബോയ് ആയിരുന്നു. ആരാണ്? ആദംജി പീർബോയ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യ കോൺഫറൻസ് നടന്നത് എവിടെ? അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആദ്യ വാർഷിക സമ്മേളനം കറാച്ചിയിലാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യ കോൺഫറൻസ് എന്നാ ചോദിക്കണേ വെച്ചാൽ അമൃത്സറിലാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യ കോൺഫറൻസ് എന്നാണ് ചോദിക്കണേ വെച്ചാൽ അമൃത്സറിലാണ്. അമൃത്സർ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് സർ സയ്യിദ് അലി ഇമാം ആണ്. ആരാണ്? സർ സയ്യിദ് അലി ഇമാം. എന്താണ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യ കോൺഫറൻസ് അമൃത്സറിൽ നടക്കുന്നു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സയ്യിദ് അലി ഇമാം ആയിരുന്നു കേട്ടോ. ഇനി അടുത്തത് സർ സയ്യിദ് അലി ഇമാം. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായതെന്നാണ്? പ്രധാനാണ്. 1913 അദ്ദേഹം അംഗമാകുകയും 1916 അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. അപ്പൊ 1913 മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമാകുന്നു. 1916 മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആകുന്നു. മനസ്സിലായില്ലേ? അത് ഓർക്കണം കേട്ടോ. ഇനി അടുത്തത് ലക്നൗ ഉടമ്പടി. 1916 ലക്നൗ സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം, ലക്നൗ സമ്മേളനം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഒരു ലക്നൗ ഉടമ്പടി 1916 നടക്കുകയാണ്. ലക്നൗ ഉടമ്പടിക്ക്, അതായത് മുസ്ലിം ലീഗ്, നമ്മള് തിലക്, കോൺഗ്രസ് ഒരുമിച്ച സമ്മേളനമാണ് അത്. മുഹമ്മദ് അലി ജിന്നയാണ് അതിന് നേതൃത്വം നൽകിയത്. ലക്നൗ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചപ്പോൾ ആരായിരുന്നു? വൈസ്രോയ് ചെംസ്ഫോർഡ് ആണ്. അപ്പൊ ലക്നൗ ഉടമ്പടി 1916 നടക്കുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാന്ന് തീരുമാനിക്കുന്നത് ഈ ലക്നൗ ഉടമ്പടിയിലാണ്. ലക്നൗ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ജിന്നയാണ്. ലക്നൗ ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? ചെംസ്ഫോർഡ് ആയിരുന്നു. ഓർക്കണം. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചതെന്ന്? മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് 1946 ഓഗസ്റ്റ് 16. 1946 ഓഗസ്റ്റ് 16 ഓർക്കുക. അടുത്തത് ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. സോറി ട്ടോ. ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം എന്ത്? ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്നായിരുന്നു ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം ട്ടോ. ഇനി മുസ്ലിം ലീഗ് വിമോചന ദിനമായി ആചരിച്ചത് എന്നും കൂടെ നമ്മൾ ഓർക്കുക. മുസ്ലിം ലീഗ് വിമോചന ദിനമായി ആചരിച്ചത് 1939 ഡിസംബർ 22. മുസ്ലിം ലീഗ് വിമോചന ദിനമായി ആചരിച്ചത് 1939 ഡിസംബർ 22. ഇനി നമ്മുടെ സരോജിനി നായിഡു നമ്മുടെ മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചേക്കണത് എന്താണെന്നൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതിപുരുഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതിപുരുഷൻ എന്ന് മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു ആണ് കേട്ടോ. അതൊന്ന് ഓർക്കാം. ഇനി അടുത്തത് ഗദ്ദാർ പാർട്ടിയാണ്. 2 പോയിന്റും കൂടിയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതും കൂടെ ഗദ്ദാർ പാർട്ടിയും ഹോം റൂളും അതും കൂടെ നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ ഗദ്ദാർ പാർട്ടി 1913 രൂപീകരിച്ച ഒരു പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിപ്ലവം എന്നാണ്. എന്താണ് അർത്ഥം? വിപ്ലവം എന്നാണ്. 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപവൽക്കരിച്ചത് ലാലാ ലജപത് റോയ് ആണ്. 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആര്? ലാലാ ലജപത് റോയ് ആണ്. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം എവിടെയായിരിക്കും? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആണ്. എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ലാലാ ഹർദയാൽ. ലാലാ ഹർദയാൽ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരാളാണ്. കർത്താ സിംഗ് സാരഭ, അതുപോലെ തന്നെ അബ്ദുൾ ഹരീഫ്, മുഹമ്മദ് ബറക്കത്തുള്ള, റാഷ് ബിഹാരി ബോസ്, സോഹൻ സിംഗ് ബക്കന. ആരൊക്കെയാണ്? ലാലാ ഹർദയാൽ. ഫസ്റ്റ് വൺ ലാലാ ഹർദയാൽ. കർത്താർ സിംഗ് സാരഭ, കർത്താർ സിംഗ് സാരഭ, അബ്ദുൾ ഹഫീസ് മുഹമ്മദ്
ബറക്കത്തുള്ള, അബ്ദുൾ ഹഫീസ് മുഹമ്മദ് ബറക്കത്തുള്ള, റാഷ് ബിഹാരി ബോസ്, സോഹൻ സിംഗ് ബക്കന തുടങ്ങിയവരാണ് ഗദ്ദാർ പാർട്ടിയുടെ എന്ത് പറയുന്നത് സ്ഥാപക നേതാക്കളായിട്ട് പറയുന്നത്. ഓർത്തു വെക്കണം കേട്ടോ. ഗദ്ദാർ പാർട്ടിക്ക് ഒരു എന്തായിരുന്നു ലക്ഷ്യം? അവരൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വന്നത്, സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയിലെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഗദ്ദാർ പാർട്ടിക്ക്. അത് ഓർക്കുക. ഗദ്ദാർ പാർട്ടി പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖയുണ്ട്. അത് എന്താണ്? ഗദ്ദാർ എന്നാണ്. ഗദ്ദാർ എന്ന ലഘുലേഖയുടെ തലക്കെട്ട് എന്തായിരുന്നു? ആംഗ്രേസി രാജ് കാ ദുഷ്മൻ. ആംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്നായിരുന്നു ഗദ്ദാർ എന്ന ലഘുലേഖയുടെ തലക്കെട്ട് തന്നെ. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ്, ഗദ്ദാർ പാർട്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭം 1914 നടക്കുന്നു. പ്രക്ഷോഭത്തിന്റെ പേരെന്ത്? ഏതറിയോ നിങ്ങൾക്ക്? കോമതകമാരു പ്രക്ഷോഭം. എന്താണ്? കോമതകമാരു പ്രക്ഷോഭം. അപ്പൊ കോമതകമാരു പ്രക്ഷോഭം 1914 നടന്ന കോമതകമാരു പ്രക്ഷോഭം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദാർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇനി ഗദ്ദാർ പാർട്ടി 1948 പിരിച്ചുവിട്ടു. നമുക്കറിയാലോ, 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനി നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടേണ്ട കാര്യമില്ല എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവര് 1948 പിരിച്ചുവിടുകയാണ് കേട്ടോ. ഇനി അടുത്തത് 1915 തൂക്കിലേറ്റപ്പെട്ട ഗദ്ദാർ പാർട്ടിയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കർത്താർ സിംഗ് സാരംഭയാണ് കേട്ടോ. അപ്പൊ കർത്താർ സിംഗ് സാരംഭയെ എന്താണ് ഗദ്ദാർ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായ കർത്താർ സിംഗ് സാരംഭയെ 1915 തൂക്കിലേറ്റുണ്ടായി. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചിട്ട് അതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചാൽ സോഹൻ സിംഗ് ബക്കനെയാണ്. സോഹൻ സിംഗ് ബക്കന. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ലാലാ ഹർദയാലാണ്. ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ്? ലാലാ ഹർദയാലാണ് കേട്ടോ. ഇനി ഈ ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ആണ് ആര്? ലാലാ ലജപത് റായ് കേട്ടോ. ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ലാലാ ലജപത് റായ് ആണ്. അപ്പൊ ഇത്രയാണ് ഗദ്ദാർ പാർട്ടിയെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. എവിടെയാണ് ആസ്ഥാനം എന്താ പറഞ്ഞേ? സാൻ ഫ്രാൻസിസ്കോ. അവിടെ വെച്ച് 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ വെച്ച് ലാലാ ഹർദയാൽ രൂപീകരിക്കുകയാണ്. ആരാണ്? ലാലാ ഹർദയാൽ രൂപീകരിക്കുകയാണ്. വളരെ പ്രധാനമാണ് കേട്ടോ. അപ്പൊ അത് ഓർത്തു വെക്കുക. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ പാർട്ടി 1913 രൂപീകരിച്ചു. സ്ഥാപക പ്രസിഡന്റ് സോഹൻ സിംഗ് ബക്കനെയാണ്. ആദ്യ സെക്രട്ടറി ലാലാ ഹർദയാലാണ്. ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ലാലാ ലജപത് റായ് ആണ്. ലക്ഷ്യം എന്തായിരുന്നു? ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം നേടിയപ്പോൾ 1948 പാർട്ടി പിരിച്ചുവിട്ടു. അതിനൊരു ലഘുലേഖ ഉണ്ടായിരുന്നു, ഗദ്ദാർ എന്നായിരുന്നു. അതിന്റെ തലക്കെട്ട് തന്നെ ആംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്നുള്ളതായിരുന്നു. ഇനി ഒരു പ്രക്ഷോഭം ഓർക്കുക, കോമതകമാരു പ്രക്ഷോഭം. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദാർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ ഗദ്ദാർ പാർട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്താണ്. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് നിർത്താം. ഹോം റൂൾ ലീഗ് ആണ്. എന്താണ് ഹോം റൂൾ ലീഗ്? ഇന്ത്യക്കാർക്ക് സ്വന്തം രാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ചൊരു പ്രക്ഷോഭമാണ് ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം. ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടാനായിട്ട് തുടക്കം കുറിച്ച പ്രക്ഷോഭം. ഹോം റൂളിന്റെ മീനിങ് എന്താണ്? സ്വയം ഭരണം എന്നാണ്. എന്താണ്? സ്വയം ഭരണം എന്നാണ്. എന്തായിരുന്നു ലക്ഷ്യം? ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വയം ഭരണം നേടുക എന്നതായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഈ ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ 1916 രൂപീകരിക്കുന്നു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപീകരിക്കുന്നത്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരായിരുന്നു? ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്? അയർലൻഡ് ആണ്. അപ്പൊ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കള് ഹോം റൂൾ എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അയർലൻഡ് ആണ്. അപ്പൊ അയർലൻഡുകാരിയൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. അതായത് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കൾ ആരാണ്? ഒന്ന് ആനി ബസന്റ്. ക്ലിയർ ആയില്ലേ? അടുത്ത ആൾ ആരാണ്? ബാല ഗംഗാധര തിലകൻ. അപ്പോ പൂനെയില് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് പൂനെ. അവിടെ ഹോം റൂൾ പ്രസ്ഥാനത്തിന് ബാലഗംഗാധര തിലകൻ നേതൃത്വം നൽകുകയാണ്. അപ്പൊ ബാലഗംഗാധര തിലകൻ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആശയം മുന്നോട്ട് വെക്കുകയാണ്. 2 പത്രങ്ങളിലൂടെ, മറാത്ത കേസരി തുടങ്ങിയ അദ്ദേഹത്തിന്റെ പത്രങ്ങളിലൂടെ അത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രങ്ങൾ ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും ആണ്. ഈ മറാത്ത, കേസരി, ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാത്ത ഒരു PSC പരീക്ഷ ഉണ്ടാവാറില്ല. അതുകൊണ്ട് വളരെ പ്രധാനമാണ്, ഓർക്കണം. ഇനി അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ആരംഭിച്ച വ്യക്തിയാണ് ലാലാ ലജപത് റായ്. അപ്പൊ നേരത്തെ അമേരിക്കൻ ഐക്യനാടുകളിലെ ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ രൂപീകരിച്ചു. അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ലാലാ ലജപത് റായ് രൂപീകരിക്കുകയാണ്. 1917 കേട്ടോ.
ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് സുബ്രഹ്മണ്യ അയ്യരെയാണ്. അതുപോലെ തന്നെ മലബാറില്, അതായത് കോഴിക്കോട് ഭാഗത്ത് ഹോം റൂൾ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് കെ പി കേശവ മേനോനായിരുന്നു. ആരായിരുന്നു? കെ പി കേശവ മേനോനായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാർക്ക് ഒരു ഉത്തരവാദ ഭരണ വ്യവസ്ഥ നൽകാം എന്ന ഉറപ്പിന്മേൽ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തലാക്കാണ്. അപ്പൊ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തലാക്കാനുള്ള കാരണം എന്താ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാർക്ക് ഒരു ഉത്തരവാദ ഭരണ വ്യവസ്ഥ നൽകാം എന്ന എന്താ പറയുന്ന കണ്ടീഷനിലാണ് ഹോം റൂൾ പ്രസ്ഥാനം നിർത്തലാക്കിയത്. ഇനി ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ത്? ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വയംഭരണം നേടുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി അടുത്തത്, ഈ ഹോം റൂൾ പ്രസ്ഥാനം അല്ലെ അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപീകരിച്ചത് ആര്? ലാലാ ലജ്പത് റോയി ആണ്. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം. അതുപോലെ തന്നെ പൂനെയിൽ നേതൃത്വം നൽകി ബാലഗംഗാധര തിലകൻ, അടയാറിൽ നേതൃത്വം നൽകി ആനി ബസന്റെ കൃതികൾ ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് കൃതിയല്ല പത്രങ്ങൾ. അതുപോലെ തന്നെ ബാലഗംഗാധര തിലകന്റെ മറാത്ത കേസരി പത്രങ്ങള്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഈ ഹോം റൂൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്ന്. സ്ഥാപക നേതാക്കൾ ആനി ബസന്റും ബാലഗംഗാധര തിലകനും. അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.